ഹായ് ഓൾ, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് അനുഷ്ഠിക്കുമ്പോൾ, കൃതജ്ഞത അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നുവെന്നും ചിലതെല്ലാം ജീവിതത്തിൽ എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നുവെന്നും. കൃതജ്ഞത നിങ്ങളുടെ ജീവിത രീതിയാക്കി മാറ്റുമ്പോൾ ഓരോ പ്രഭാതത്തിലും നിങ്ങൾ ഉണരുന്നത് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഉത്സാഹത്തോടെ ആയിരിക്കും. ജീവിതവുമായി നിങ്ങൾ പൂർണ്ണമായും പ്രണയത്തിലായിരുന്നുവെന്ന് നിങ്ങൾ അറിയും. എല്ലാം ശ്രമരഹിതമായി മാറും, ഒരു തൂവൽ പോലെ മൃദുവായി മാറും. മുൻപെങ്ങും തോന്നാത്ത വിധം നിങ്ങൾ സന്തുഷ്ടയാകും. വെല്ലുവിളികൾ വന്നേക്കാം, എന്നാൽ ഇതെങ്ങനെ നേരിടണമെന്നും ഇതിൽ നിന്ന് എന്തു പഠിക്കണമെന്നും നിങ്ങൾക്കറിയാനാകും. എല്ലാ ദിവസവും മാന്ത്രികതയുള്ളതായിരിക്കണം. നിങ്ങളൊരു കൊച്ചുകുട്ടിയായിരുന്ന കാലത്തേക്കാളും കൂടുതൽ മാന്ത്രികതയിൽ ഓരോ ദിവസവും നിറയുന്നതായി കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കൃതജ്ഞത എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാനാകും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന മേഖലകളിലേക്കും ഒന്ന് കണ്ണോടിക്കാം. ധനം, ആരോഗ്യം, സന്തോഷം, തൊഴിൽ, കുടുംബം, ബന്ധങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിലേക്കും. സമൃദ്ധവും മനോഹരമായ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കൃതജ്ഞത പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മാന്ത്രികത അനുഭവിക്കാനിടയാകുന്നു. എന്നാൽ ശുഷ്കവും ശൂന്യവുമായ മേഖലകൾക്ക് കൃതജ്ഞതയില്ലായ്മ കാരണമാകുന്നു. ഇത് സിമ്പിളായ കാര്യമാണ്. നിങ്ങൾക്ക് നന്ദിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായൊന്നും തിരികെ ലഭിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികത തുടരുന്നത് നിങ്ങൾ നിർത്തലാക്കി എന്നിരിക്കട്ടെ. നന്ദി പറയൽ നിർത്തലാക്കി എന്നിരിക്കട്ടെ. നന്ദിയില്ലെങ്കിൽ മികച്ച ആരോഗ്യം, മികച്ച ബന്ധങ്ങൾ, കൂടുതൽ സന്തോഷം, കൂടുതൽ പണം, തൊഴിൽ മികവ്, ബിസിനസ് എന്നിവയുടെ ഒഴുക്ക് നിലയ്ക്കും. നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നൽകിയേ തീരൂ എന്നാണ് നിയമം. കൃതജ്ഞത എന്നാൽ നന്ദി പറയലാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ മാന്ത്രികതയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വീകരിക്കുന്നതിൽ നിന്നും അകന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിസ്സാരമായി കാണുന്നു എന്നതാണ് നന്ദിയില്ലായ്മയുടെ പ്രധാന ആശയം. നമ്മൾ കാര്യങ്ങളെ അല്ലെങ്കിൽ നേട്ടങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ മനഃപൂർവ്വമല്ലാതെ നമ്മളിൽ നിന്ന് തന്നെ സമാന സ്വഭാവം ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിസ്സാരമായി കാണുമ്പോൾ അനന്തരഫലം എന്ന പോലെ അത് നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. അവനായാലും അവളായാലും ഉള്ളതിനോട് നന്ദിയുള്ളവരായില്ലെങ്കിൽ ആ ഉള്ളത് കൂടി എടുക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നിങ്ങൾ തീർച്ചയായും കൃതജ്ഞതയുള്ളവളായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ നിലവിലെ ചുറ്റുപാടിൽ മാറ്റവും മാന്ത്രികതയും കാണണമെങ്കിൽ നിങ്ങൾ കൃതജ്ഞത പരിശീലിക്കുകയും അത് നിങ്ങളുടെ ജീവിത രീതിയാക്കുകയും വേണം. പൗരാണികമായ എല്ലാ മിത്തുകളും ഐതിഹ്യങ്ങളും പറയുന്നത് മാന്ത്രികത കൊണ്ടുവരാൻ ഒരു വ്യക്തി ആദ്യം പറയേണ്ടത് മാന്ത്രികതയുള്ള വാക്കുകളാണെന്നാണ്. കൃതജ്ഞതയിലൂടെ മാന്ത്രികത കൊണ്ടുവരാൻ ഇതേ വഴി തന്നെയാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് നന്ദി എന്ന മാന്ത്രിക വാക്കുകളാണ് ആദ്യം നിങ്ങൾ പറയേണ്ടത്. നന്ദി എന്ന വാക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുമ്പോൾ അറിയാൻ കഴിയും. കൃതജ്ഞതയിൽ ജീവിക്കാനും ജീവിതത്തിൽ മാന്ത്രികത അനുഭവിക്കാനും നന്ദി എന്ന 2 വാക്കുകൾ നിങ്ങൾ മനഃപൂർവ്വം പറയുകയും മറ്റു വാക്കുകളേക്കാൾ നന്നായി അനുഭവിക്കുകയും വേണം. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കുകയും വേണം. നിങ്ങൾക്ക് നന്ദി എന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നതിൽ നിന്നും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു പാലമാണ്. ബൈ ബൈ, ടേക്ക് കെയർ.